നല്ല വണ്ടികൾ നോക്കുന്നവർക്കായി കൊള്ള ലാഭം എടുക്കാതെ മാന്യമായി കച്ചവടം ചെയ്യുന്ന വലിയൊരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. എല്ലാത്തര വാഹനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ബഡ്ജറ്റ് വിലയിലുള്ള ഒരുപാട് വണ്ടികളുണ്ട്. അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. മാക്സിമം 1 ലക്ഷം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇന്നോവ നോക്കുന്നവർക്ക് ഇവിടെ 4 വണ്ടികൾ അവൈലബിൾ ആണ്. ഒറിജിനൽ കേരള ഉണ്ട്, റീ വണ്ടി ഉണ്ട്. അതുപോലെ തന്നെ SUV ടൈപ്പ് വണ്ടികൾ കുറെ ഉണ്ട്. സെഡാൻ വണ്ടികളുണ്ട്, ഹോണ്ട സിറ്റി ഉണ്ട് 2 പീസ്, വാഗണർ 2 പീസ് ഉണ്ട്. പിന്നെ മോഡൽ കൂടിയ വണ്ടികളാണ് കൂടുതലുള്ളത്. മോഡൽ കുറഞ്ഞ വണ്ടികൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓട്ടോമാറ്റിക്, മാനുവൽ, പെട്രോൾ, ഡീസൽ എന്നിങ്ങനെ 30-40ഓളം വണ്ടികൾ സ്റ്റോക്കുള്ള വലിയൊരു ഷോറൂമാണ്. ഈ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ വണ്ടികൾ എടുത്ത് മാസം സാലറി എന്നൊക്കെ എടുത്തുകൊണ്ട് അടവടിച്ചോളാന്ന് പറഞ്ഞിട്ട് കണക്കൂടുന്ന കുറെ ആൾക്കാരുണ്ട്. സാധാരണക്കാർ, എന്നെ പോലത്തെ കുറെ സാധാരണക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ പറ്റിയ വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. ലോ ബഡ്ജറ്റ് ആയാലും ഇപ്പൊ വില കൂടിയ വണ്ടികളായാലും ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ കുറെ വണ്ടികളുണ്ട്. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല വണ്ടി നോക്കുന്നവർക്ക് കൊള്ള ലാഭം എടുക്കാതെ വണ്ടി കച്ചവടം ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇവിടെ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് ബഡ്ജറ്റ് വിലയിൽ സാധാരണക്കാർക്കും എടുക്കാൻ പറ്റിയ വണ്ടികളാണ് അല്ല. തീർച്ചയായും. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് നസീബ്. എന്തൊക്കെയുണ്ട്? സുഖം, അൽഹംദുലില്ലാ. പിന്നെ ഇപ്പോ കുറെ വണ്ടികൾ കേറിയിട്ടുണ്ടല്ലേ? തീർച്ചയായും ഫുള്ളോടാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇത്ര വണ്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നോവ കാർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 4 പീസ് അവൈലബിൾ ആണ് ചെറിയ ബഡ്ജറ്റിൽ. നിങ്ങളെ ഫാമിലിയിലോ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താലേ. അതുപോലെ തന്നെ ചില്ലറ പൈസന്റെ വണ്ടികളും ഉണ്ട്. ഒരു 2-3 അതിന്റെ ഉള്ളിൽ ബഡ്ജറ്റിലുള്ള വണ്ടികളുണ്ട്. ഇവിടെ ടോട്ടൽ എത്ര വണ്ടികളുണ്ട് ഇപ്പോ നിലവിൽ? ഏകദേശം ഒരു 30 വണ്ടിന്റെ അടുത്തുണ്ടാവും. 30 ഉണ്ടല്ലേ ടോട്ടൽ? ഓക്കെ. എല്ലാ ടൈപ്പ് വാഹനങ്ങളും ഉണ്ട് കേട്ടോ. SUV ടൈപ്പ് ഉണ്ട്, പിന്നെ ചെറുവണ്ടികൾ, 7 സീറ്റർ വണ്ടികൾ, സെഡാൻ വണ്ടികൾ. ഇത് കറക്റ്റ് എങ്ങനെ പ്രോപ്പർ ലൊക്കേഷൻ പ്രേക്ഷകരോട് പറയണ്ടേ? ഇത് മലപ്പുറം വണ്ടൂര് ചെറുകോട് 28ലാണ് സ്ഥലം. ചെറുകോട് മലപ്പുറം മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. അതുപോലെ മലപ്പുറം വണ്ടൂര് ചെറുകോട് ഊട്ടി റോഡാണ്. അതെ, 28ലാണ് സ്ഥലത്താണ്. 28ലാണ്. ഓക്കെ. മലപ്പുറം ഡിസ്ട്രിക്ട് ആണല്ലോ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവര് ലൊക്കേഷന്, ഇവരെ നമ്പർ നിങ്ങൾ സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹായ് വിട്ട് ഗൂഗിളുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ഹായ് വിട്ടാൽ എല്ലാ അഡ്രസ് ഒക്കെ പോകും. സ്വാഭാവികമായിട്ട് ഗൂഗിളും ഉണ്ട്. ഗൂഗിൾ ട്വിൻസ് ഡ്രൈവ് കാർ ഷോറൂം എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി ലൊക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഉണ്ട്. ഓക്കെ ഉണ്ടല്ലേ? ഈ വാട്സപ്പിൽ കാറ്റലോഗ് ഉണ്ട്. നമ്മളെല്ലാ വണ്ടികളും നമ്മുടെ വാട്സപ്പിൽ കാറ്റലോഗിൽ ആഡ് ഇടാണ്. സ്റ്റോക്കും അതില് പ്രൈസ് ഒക്കെ അതിന്റെ വാട്സപ്പിൽ കറക്റ്റ് ലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ വാഹനത്തിന്റെ ഫോട്ടോസ് ഉണ്ടാവും. അത് കേരള വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടി. 2015 V ആണ്. 2015 മോഡൽ കൂടിയ വണ്ടി. ഓക്കെ. അത് ഓപ്ഷൻ V ആണ്. ഒരിക്കലും കിട്ടാത്ത വില കൊടുക്കാം. 2015 Z അല്ലേ ഫുൾ ഓപ്ഷൻ? ഏറ്റവും ഇത് V ആണ്. Vയില് ഓപ്ഷൻ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അല്ല, 2015 സെഡിലേക്ക് പോയിക്കണല്ലോ. പക്ഷെ 2015 സിംഗിൾ ഓണർ വണ്ടിയിൽ V വണ്ടി നമ്മൾ കൊടുക്കുന്ന പൈസ കേരളത്തിൽ എവിടെ കൊടുക്കൂല. അലവിലും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി കിട്ടാൻ വളരെ പാടാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ഒറിജിനൽ കേരളയിൽ സിംഗിൾ കേരള വണ്ടി 2015 വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഇത് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഇത് റീപ്ലേസ് മേജർ ആക്സിഡൻസ് ഒന്നുമില്ല. ഓട്ടോ നമ്മൾ പറഞ്ഞോ 1.5 ലക്ഷം കിലോ. 1.5 ലക്ഷം ജെനുവിൻ കിലോമീറ്റർ. ജെനുവിൻ ആണെന്ന് വെച്ചാൽ A to Z ഏകദേശം കമ്പനി സർവീസ് ഉള്ള വണ്ടിയായിരുന്നു. വേറെ കസ്റ്റമർ കയ്യിൽ കിട്ടിയതിനു ശേഷം കമ്പനി കയറ്റിയതായത്. ഓക്കെ. ഒരു 3/4% കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അങ്ങനെ ചെക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്ര വില? ഇത് 12.5 ലക്ഷം രൂപ മാർക്കറ്റിലെ വണ്ടിയാണ്. 12.5 ലക്ഷം രൂപ എവിടെ ആര് കൊടുക്കാനുണ്ടെങ്കിലും അതിന് മുകളിലേ വില പറയുള്ളൂ. ഓക്കെ. പക്ഷെ ഇനി നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കാം. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി 10 ലക്ഷം രൂപ കൊടുക്കാം. അല്ല, വണ്ടിക്ക് കൊടുക്കണം. ഇതിലാണ് വില. അല്ല, ഞാൻ വില നിങ്ങൾ പറയുമ്പോ ഇത് മേജർ ഒന്നുമില്ല, ഒരു പ്രശ്നമല്ല, ഒരു കുഴപ്പമില്ല. എവിടെയും കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തെടുത്താൽ മതി. വെറും 10 ലക്ഷം രൂപ 2015 ഒറിജിനൽ കേരള ഇന്നോവ V ആണ്. G4 അല്ല. അതും നമ്മൾ നോക്കണം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. വോക്സ്വാഗന്റെ പോളോ 2018 രജിസ്ട്രേഷൻ ചെയ്തത് വണ്ടി. ഓക്കെ. ഇത് എത്ര ഓടിയിട്ടുണ്ടോ? സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, 1.5 ലക്ഷം കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി. ഹെഡ്ലൈറ്റ് ഒക്കെ പുതിയ ഹെഡ്ലാണ്. ന്യൂ ഷേപ്പ് വണ്ടി. അലോയിൽ നമ്മൾ എക്സ്ട്രാ ചെയ്താ ഫ്ലൈറ്റ് കട്ട് അലോയി നമ്മൾ ചെയ്തതാ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഒന്നും ചെയ്യാൻ. ഇത് ഓപ്ഷൻ ഏതാ? ഇത് കംഫർട്ട് ലൈൻ. മാനുവൽ വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. ഇത് 5000 കിലോമീറ്റർ കൂടുമ്പോൾ ചെക്കിങ്ങും 10000 കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ഉള്ള വണ്ടിയാണ്. ഒരു ഇഷ്യൂസും കാര്യങ്ങളും വണ്ടിക്ക് ഫുൾ ഗ്യാരണ്ടീഡ് വണ്ടിയാണ്. നല്ല രീതിയിൽ
ക്വാളിറ്റി വണ്ടി നടക്കുന്ന വണ്ടി. അതെ 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 അത്രയും ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് കേട്ടോ. ഒരു ലേഡിക്കാണെന്നുണ്ടെങ്കിലും ഒരു ജെന്റിൽമാൻ ആണെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് വോൾക്സ് വാഗൺ. അതെ ഇത് കളിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അതായത് ചെറുക്കന്മാർക്കാണെങ്കിൽ കളിപ്പിക്കാൻ പറ്റിയ വണ്ടിയാണ്. പോക്കറ്റ് കട്ടി വേണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അതെന്താ വെച്ചാൽ കമ്പനിയിൽ മാത്രമേ ഇഷ്യൂസ് വരുന്നുള്ളൂ. അല്ലാതെ ഇത് പ്രൈവറ്റ് ഇങ്ങനെ നമ്മളിപ്പോ ലോക്കൽ വർക്ക്ഷോപ്പ് കയറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്പെൻസ് വരുന്നില്ല. വളരെ എക്സ്പെൻസീവ് അല്ല, സാധാരണക്കാർക്ക് വേണ്ടി ഇറക്കിയ വണ്ടിയാണ് വോൾക്സ് വാഗന്റെ പോളോ കാര്യങ്ങൾ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ വോൾക്സ് വാഗന്റെ പോളോ ഉണ്ടെങ്കിൽ 2015 മേലുള്ള വണ്ടി എടുക്കണതാണ് നല്ലത്. തീർച്ചയായും അതിന് താഴത്തൊക്കെ പോകുമ്പോ ഒരു കാലക്രമേണ സംഭവിക്കുന്ന കേടുപാടുകൾ ഉണ്ടാവും. അതാണ് വിഷയങ്ങൾ. അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടെടുക്കുന്ന വണ്ടികൾക്ക് എന്തില്ല ഈ ഇഷ്യൂസ് വരുന്ന കാരണം. ഇതിന് എത്ര ആസ്ക്? ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് വെറും 5,60,000 രൂപ. നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 5,60,000 രൂപ. 60,000 രൂപ. 2018 കണ്ണു തള്ളിപ്പോയില്ലേ? 5,60,000 രൂപ ചോദിക്കുന്നത് 2018 ചെയ്ത വണ്ടിയാണ്. ഏകദേശം 10-25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഹോണ്ടന്റെ WRV ആണ്. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി ഏറ്റവും ടോപ്പ്. സൺറൂഫ് ഒക്കെ വരുന്ന സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട്, ഫ്ലൈറ്റ് കട്ട് അലോയ് വീല്, അതുപോലെ തന്നെ റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഇല്ലാത്ത ക്വാളിറ്റി വണ്ടി. ഓക്കെ, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇത് പിന്നെ മോഡൽ എത്ര? ഇത് 2018 സിംഗിൾ ഓണർഷിപ്പ് മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ട്? ഏകദേശം 90,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്വാളിറ്റി വണ്ടിയാണ്. എത്ര കൊടുക്കാം ഈ വണ്ടി? നമുക്ക് ലാസ്റ്റ് 7,05,000 രൂപയ്ക്ക് 7 ലക്ഷം കൊടുക്കണം. 7 ലക്ഷം രൂപ. 2018 WRV ആണ്. ഒരു റീപ്ലേസും ഇല്ല, ഒരു തട്ടുമില്ല, ഒരു മുട്ടുമില്ല, ഒന്നുമില്ല. 7 ലക്ഷം രൂപയ്ക്ക് തരാന്ന് പറയുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് എല്ലാ ഭാഗം ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. മാരുതിന്റെ എക്സ്ക്രോസ് പരിചയപ്പെടാം. ഇത് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ 2016 ഈ വണ്ടി ഓൾഡ് ഷേപ്പ് ആണ് വരിക. ഇത് ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്ത ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോ എല്ലാ വണ്ടികൾക്കും ഫേസ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 70,000, 80,000, 1 ലക്ഷം വരെ കൂടും. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് കുറച്ചിട്ടേ ചോദിക്കുന്നുള്ളൂ. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര കൊടുക്കാം? നമ്മൾ 6 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. 6 ലക്ഷം ചോദിക്കുന്നുള്ളൂ. ആരും എടുക്കുകയാണെങ്കിൽ പിന്നെ താത്തി കൊടുക്കാം. ഓക്കെ, അത് ആവശ്യക്കാരനോ നോക്കിക്കോ. ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതെ. ഹ്യുണ്ടായി i20 ഡീസൽ മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള ഭയങ്കര കേസുകൾ മാത്രം, റയർ പീസ് എന്ന് പറയാം. ഇത് എത്ര മോഡൽ തന്നെ? ഇത് 2016 ആസ്ക ഓപ്ഷനിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ്. അതെ അതെ. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5,60,000. റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് ഒന്നും വില കുറച്ച് കൊടുക്കും. മാക്സിമം ഒരു 10-50 ഉറുപ്പ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഇവിടെ വോക്സ് വാഗന്റെ ടൈഗൺ ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. വെറും 5 മാസേ ആയിട്ടുള്ളൂ ഈ വണ്ടി ഇറങ്ങിയിട്ട്. ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോകാം അതേമാതിരി ഇവിടുന്ന് കൊണ്ടുപോകാം. നല്ല വില വ്യത്യാസത്തിന് നിങ്ങൾക്ക് തരും. ഇത് ഏകദേശം ഇപ്പോ റൈസിന് വരുന്നത് ഇപ്പോ ഈ 2025 ഓക്കെ. ഇത് GT പ്ലസ് ആണ്. ഓപ്ഷൻ വരുന്നത് GT പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് ഇതൊക്കെ വരുന്നുണ്ട്. സൺറൂഫ് കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. ഫ്ലൈറ്റ് കട്ട് അലോയ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ആൻഡ്രോയിഡ് സ്ക്രീന് കാര്യങ്ങൾ ഒക്കെ വരുന്ന സൂപ്പർ വണ്ടി, ക്വാളിറ്റി വണ്ടി. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ആകെ 8,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ വാറന്റി ഉള്ള, പോരാത്തത് BB ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, ധൈര്യമായിട്ട് ഒരു കസ്റ്റമറിന് കണ്ണു ചുമ്പി. ഇതിലിപ്പോ റീപെയിന്റ് ഒന്നും കേറിയിട്ടുണ്ടാവും? ഒന്നുമില്ല. ഷോറൂമിൽ നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോവാം അതേപോലെ ഈ സെക്കൻഡ് ഷോറൂമിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എത്ര ടാസ്ക്? ഇത് നമുക്ക് 27 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്ന വണ്ടിയാണ്. അപ്പൊ ഓഫർ റേറ്റില് 18 ലക്ഷം രൂപ കൊണ്ടുവരാം. 18. അതെ തന്നെ. നല്ല ITR ഫയൽ ചെയ്യുന്ന കസ്റ്റമർക്ക്, അത്യാവശ്യം നല്ല സാലറിയുടെ അക്കൗണ്ട് ഉള്ള കസ്റ്റമർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാക്സിമം ഒരു 9-10 അടുത്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? അതെ അതെ. പുതിയതും ഇത് നമ്മൾ ഓഫറിൽ കൊടുക്കാം. നമുക്കത് കുഴപ്പമില്ല. റേറ്റ് മാക്സിമം ചെയ്ത് കൊടുക്കാം. എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ കൊടുക്കും. വലിയൊരു വ്യത്യാസത്തിലാണ് ഈ വണ്ടി നിങ്ങൾക്ക് തരുന്നത്. ഇതിന്റെ ആരെങ്കിലും കസ്റ്റമർ ഉണ്ടെങ്കിൽ, ഈ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടാം. അതെ. ഇവിടെ ഹ്യുണ്ടായിന്റെ വെർണ നമുക്ക് വെച്ചപ്പെടാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2012-13 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുള്ള A to Z കമ്പനി സർവീസിലാണ്.
ഫുൾ കമ്പനി Full company സർവീസ്. എത്ര service. ഓടിയിട്ടുണ്ട്? ഇത് 1.25 ഓട്ടം. ആ ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ സീറ്റ് കവർ കാരണമൊക്കെ പുതിയത് ചെയ്തു. ഓക്കെ, നല്ല ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അലോയ്സ് കാര്യങ്ങളൊക്കെ രക്ഷ- കമ്പനി വരുന്നല്ലേ? ഇത് കമ്പനിയാണ്. ഏറ്റവും ടോപ്പും അല്ലേ? ഓപ്ഷൻ ടോപ്പ് ആൻഡ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. ബട്ടൺ സെലക്ട് മാനുവൽ വണ്ടി. ഓക്കെ, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. ഒരു കസ്റ്റമറിന് അതുപോലെ തന്നെ ഒരു ഫാമിലിക്ക് എന്തെല്ലാം ആവശ്യം ഉണ്ടാവും അതെല്ലാം പറഞ്ഞാൽ അതൊക്കെ ഉണ്ട്. പിന്നെ ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് കൂടുതൽ. നല്ലൊരു മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എത്ര നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? നമ്മൾ വെറും റേറ്റ് ചോദിക്കുന്നത് 3,60,000. 360. ഓഫർ പ്രൈസ് ആണ്. നമ്മൾ ഷോറൂം റേറ്റ് 3.25. ഓക്കെ, 3.25 ഷോറൂം പ്രൈസ് വരുന്നത്. 360 ഫൈനൽ ആയിട്ട് കൊടുക്കും. ലാസ്റ്റ് ആണോ? അല്ല അതിലും എന്തെങ്കിലുമൊക്കെ വണ്ടി വന്ന് കണ്ടതിന് ശേഷം മാത്രം. ഇതൊക്കെ ഫുള്ള് ലോൺ കൊടുക്കാം. ഇത് ഒരു നമുക്കൊരു 70,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഫിനാൻസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ പരിചയപ്പെടുന്നത് ഹോണ്ട സിറ്റി മോഡൽ കൂടിയ വണ്ടിയാണ് കേട്ടോ. അതും ഡീസലാണ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വിലയിൽ ഈ വണ്ടി നിങ്ങൾക്ക് കിട്ടും. ഇത് മോഡൽ എത്രയാണ്? 2019 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസിലുള്ള വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ മതി. അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. ഇത് ഫുൾ ഇതൊന്നും നോക്കല്ല. ഷേപ്പ് വണ്ടിയാണ്. മിയാമിയ ഒന്നും നോക്കല്ല വണ്ടി. ഇത് നമുക്ക് 7.25 കൊടുക്കാം. 7.25 കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ ഫുൾ ലോൺ കിട്ടും. ഒറിജിനൽ കേരള ഇത്യോസ് ലിവ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2016 കേരള വണ്ടിയാണ്. ഓക്കെ, ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഓപ്ഷൻ വരുന്നത് ഏതാ? ഇത് ഡീസൽ വണ്ടി. എയർ ബാഗ് വരുന്ന സാധനം. എയർ ബാഗ് ഒക്കെ GDSP ആണ്. എയർ ബാഗ് വരുന്നത്. എയർ ബാഗ് ABS ഒക്കെ വരുന്നുണ്ട്. ABS ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ മാക്സിമം എത്ര ഓടി ഉണ്ടാവും? ഇത് ഡീസൽ വണ്ടിയാണ്. മാക്സിമം 90,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 90 ഓടിയിട്ടുണ്ട്. സർവീസ് ഫുൾ ഉണ്ടാവും. ഏകദേശം കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഏകദേശം സർവീസിലുണ്ടല്ലോ. എന്തെങ്കിലും റീപ്ലേസ് മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഡബിൾ ക്വാളിറ്റി വണ്ടിയാണ്. അത്രയും വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ, ഈ വണ്ടിയെ പറ്റി ഈ മൂപ്പര് പറയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എടുക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഒറിജിനൽ കേരള. പിന്നെ ടൊയോറ്റന്റെ ടേസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് പിന്നെ അറിയാം ഇതിനെ പറ്റിയൊക്കെ. ഇതൊക്കെ എത്ര കിലോമീറ്റർ ഓടിയാലും മെയിന്റനൻസ് വളരെ കമ്മിയാണ്. അതായത് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ യാതൊരു ഫോൾട്ടും വരില്ല. മലയാളി. അതെ. എത്ര കൊടുക്കരുത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.60 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. ഇവിടെ ഒരു ടൈപ്പ് 3 ഇറങ്ങിയിട്ടുള്ള ഒരു ഡിസൈർ ആണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. ഇത് പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ ZXi പ്ലസ് ന്യൂ ഷേപ്പ്. ഓക്കെ, അല്ല ഇതിന് ശേഷം വേറെ ഷേപ്പ് വന്നിട്ടില്ലല്ലോ. ഇത് പുതിയ ഷേപ്പാണ്, ന്യൂ ഷേപ്പാണ്. അതെ. ഇത് മോഡൽ എത്ര തന്നെ? ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2017 വണ്ടി. 2017 മോഡലാണ് വരുന്നത്. എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? ഇത് ഏകദേശം ഒരു 90 റേഞ്ചിലാണ്. അത്ര ഓടിയിട്ടുണ്ട് അല്ലേ? എന്തെങ്കിലും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത് ഇത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടി. അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ മിയാമിയ സർവീസ്, സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്, ഫുൾ സിംഗിൾ ഓണർ. ഓക്കെ, അല്ല മിയാമിയ എന്ന് പറയുമ്പോ 100-100 അതിൽ പിന്നെ താത്തിയിട്ടൊന്നും ഇല്ല. എത്ര കൊടുക്കരുത്? നമുക്ക് വെറും 5.65 കൊടുക്കാം. 5.65. 2017 മോഡൽ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. 1 രൂപ ഇല്ലാതെ ഈ വണ്ടികൾക്ക് ലോൺ തീർക്കാം. 2 വാഗണറാണ്. ഈ വൈറ്റ് വാഗണറാണ്. ഇത് വാഗണർ സ്റ്റിംഗർ ആണ്. ഇവിടെ ഈ നേവി കളറിൽ വരുന്ന സ്റ്റിംഗർ നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാം. ഈ വണ്ടി മാക്സിമം വില പൊട്ടിച്ചിട്ട് ഓഫറിൽ നിങ്ങൾക്ക് തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് ബുക്ക് ആയിക്കോ. ഇത് വേറെ കംപ്ലൈന്റ് ഫോൾട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇത് മോഡൽ എങ്ങനെയാ വരുന്നത്? ഇത് 2013 VXi വണ്ടിയാണ്. VXi വണ്ടിയാണ് അല്ലേ? ഓക്കെ, റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒരു റീപ്ലേസ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ടാവും മാക്സിമം? ഇത് ഓടിയിട്ടുള്ളത് 74,000 കിലോമീറ്റർ. 74 ഓടിയിട്ടുണ്ട്. പിന്നെ അതുമല്ലാതെ ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്ത് അത്യാവശ്യം നല്ല എക്സ്പെൻസ് അലോയ്സ് ഒക്കെ നല്ല കോസ്റ്റ്ലി അലോയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഈ ചെക്കന്മാർക്കൊക്കെ നല്ല കാണാൻ അഡീഷണൽ ഫിറ്റിംഗ് ഒക്കെ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. എന്നാലും കുറച്ചൊക്കെ ഇതിൽ അഡീഷണൽ ഫിറ്റിംഗ് ചെയ്യാൻ ബാക്കിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയട്ടെ, അലോവിൽ ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്, അഡീഷണൽ ആയിട്ട് എന്താ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉള്ള വണ്ടി. ഒന്നുമില്ല. ഈ വണ്ടി ഒരു പ്രശ്നമില്ലാത്ത ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഇത് 2013 VXi ആണ്. VXi ഇത് നമുക്കൊരു 2.70 കൊടുക്കാം. 2.70 കൊടുക്കാം. ഫുള്ള് ലോണിലും കൊടുക്കാം. നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അതെ, ഇനിയിപ്പോ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് 0 ആണെങ്കിൽ വരെ ഈ വണ്ടി എടുക്കാം. മാസം അടവ് അടിച്ചിട്ട് അങ്ങനെ പോയാലും മതി. ഇവിടെ ഒരു വാഗണർ. ഇത് എങ്ങനെയാണ്? ഇത് 2015 വണ്ടിയാണ്. LXi കമ്പനി സർവീസുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഗ്യാരണ്ടീഡ് വണ്ടിയാണ്. എത്ര ഓട്ടം ഉണ്ട്? ഇത് വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 70 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഇല്ല. റീപ്ലേസ്മെന്റ് വണ്ടി. എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് 3 രൂപ കൊടുക്കാം. ലാസ്റ്റ് 3 രൂപ കൊടുക്കാം.
അതിനേക്കാൾ താവോ? മാക്സിമം ഓഫ് റേറ്റ് ആണ്. എന്തെങ്കിലും എന്തായാലും കസ്റ്റമർ ഡീസൽ വണ്ടി സ്വിഫ്റ്റ് കാറാണ്. എക്സ്ട്രാ അലോയ്സ് കാര്യങ്ങളൊക്കെ സീറ്റ് കവറൊക്കെ സീറ്റ് കവർ നല്ല ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കാണാൻ തന്നെ നല്ല ലുക്കുള്ള വണ്ടിയാണ്. അതെ അതെ. എത്ര മോഡൽ വരുന്നത്? 2015 മോഡൽ. ഓക്കെ. ഓപ്ഷൻ വരുന്നത് VDI. എത്ര ഓടി ഉണ്ടാവും? ഇത് ഏകദേശം 1.25 ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡൻസ് ഒന്നുമില്ല. കമ്പനി സർവീസിലുള്ള വണ്ടിയാണ്. കമ്പനി സർവീസിലുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഏതൊരാൾക്ക് വിശ്വസിച്ചെടുക്കാം. കമ്പനി സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ റീപ്ലേസ് ഇല്ല. അതെ. എത്ര ചോദിക്കണേ? ഇത് നമ്മൾ ചോദിക്കുന്നത് 460. ഓക്കെ. വില കുറയില്ലേ? മാക്സിമം വില കുറച്ച് തരും കേട്ടോ. ഇന്നോവ കാർ നമുക്ക് വെച്ചേക്കാം. ഇവിടെ 4 പീസ് അവൈലബിൾ ആണ്. ഇത് എങ്ങനെയാണ് മോഡൽ? 2009 ഒറിജിനൽ കേരള വണ്ടിയാണ്. 2009 ഒറിജിനൽ കേരള വണ്ടിയാണ്. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിന് അല്ല? അതെ ടൈപ്പ് 4 കൺവേർട്ട്. ഓക്കെ. ഒരു കാണാൻ തന്നെ ഒരു ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ. 2009 എന്നാലും പറയൂല. ഇത് എത്ര ഓടിയിട്ടുള്ളത്? ഇത് 2.25 ലക്ഷം കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. പിന്നെ സർവീസ് ഒക്കെ ഫുള്ള് കമ്പനി ഇല്ല. ഫുൾ ഉണ്ടാവില്ല, പകുതി ഉണ്ടാവൂല. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 490. ഒറിജിനൽ കേരള വണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് കേട്ടോ. അതെ. ഇപ്പൊ ഈ വണ്ടി ആണെങ്കിൽ ഇത്ര ഒന്നും കൊടുക്കണ്ട അല്ല, ഇത്ര വില ഉണ്ടാവില്ല. 2010 ഇൻഡോർ കൂളർ ആണ്. 2010 മോഡൽ കുറഞ്ഞ വണ്ടി അല്ല? ഓപ്ഷൻ തന്നെ ഏതാ? ബി ആണ് ഓപ്ഷൻ. പിന്നെ 2010 ഫുൾ ഓപ്ഷൻ വണ്ടി. അലോയ്സ് പിന്നെ കമ്പനി ടച്ച് സ്ക്രീനുകൾ വരുന്നുണ്ട്. ഓക്കെ. ഇത് പുതിയ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടർ ടയർ ഉണ്ട്. അതെ. ഇത് എത്ര ഓടി ഉണ്ടാവും ഏകദേശം? ഇത് ഏകദേശം ഓടിയിട്ടുള്ളത് 1.25 ഓടി. ജെനുവിൻ ആണെന്ന് പറയാൻ കഴിയോ? ഇത് ഫുള്ളായിട്ട് അവിടുത്തെ വണ്ടിയാണെങ്കിൽ നമുക്ക് അത്രയും ജെനുവിൻ. പകുതി ഉണ്ടാവും. വണ്ടി കണ്ടീഷനാ. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല മെക്കാനിക് പരമായിട്ടൊന്നും ചെയ്യാനുണ്ട്. ഓൾറെഡി പേപ്പർ കാര്യങ്ങളൊക്കെ എത്ര? എല്ലാം ഒരു ഏകദേശം 4 മാസം കൂടി പേപ്പർ. എത്ര കൊടുക്കാം? 490. 490 തരും. 2010. ഓക്കെ. 2010 ഇന്റർ കൂളർ ആണ്. ഓപ്ഷൻ പിന്നെ V ആണ്. അതെ. ഓക്കെ. വില കുറച്ച് കൊടുക്കും. മാക്സിമം വില കട്ട് ചെയ്ത് തന്നെ കുറച്ച് തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു നിസാന്റെ ടെറാനോ. ഇതെങ്ങനെയാണ് മോഡല്? ഇത് 2018 മോഡൽ 19 മോഡൽ കൂടി വണ്ടി. 18 19. അതെ. ഇത് ഏതാ? 85 പ്ലസ് ആണ്. 85 പ്ലസ് ആണ്. ഏകദേശം 140 കിലോമീറ്റർ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഒരു സാധനം മാറിയിട്ടില്ല. നല്ല ക്വാളിറ്റി വണ്ടി. അതെ. നമുക്ക് ഏകദേശം ഒരു 6.25 കൊടുക്കാം. അതിലെന്തെങ്കിലും കുറയൂലേ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റില്ല. 2012 റീ വണ്ടിയാണ്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഏകദേശം 1.25 ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ഫുള്ളായിട്ട് കമ്പനി സർവീസ് അല്ല, അവിടുത്തെ വണ്ടിയല്ല. റീ രജിസ്ട്രേഷൻ നമ്പർ ആക്കി വണ്ടിയാണ്. എന്തെങ്കിലും മെയിൻ ഗ്ലാസ് മറ്റേ റീപ്ലേസ്? മേജർ ആയിട്ടൊന്നുമില്ല. ഇല്ല, മെയിൻ ഗ്ലാസ് ഉണ്ടാവും. മേജർ ആയിട്ടൊന്നുമില്ല. പിന്നെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവും. അത് അവിടുന്ന് വരുന്ന വണ്ടികൾക്ക്. അതാ ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ അത് പിന്നെ കസ്റ്റമർക്കൊക്കെ അറിയാം. അവിടുന്ന് പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് റീപ്ലേസ്. എല്ലാ വണ്ടിക്കും അവിടുത്തെ വരുന്ന എല്ലാ വണ്ടിയും ഏകദേശം ഒരു 98% വണ്ടി. ഓക്കെ. ഇത് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഒരു 7 സീറ്റ് വാഹനമാണ്. അതുപോലെ തന്നെ ഈ ടാക്സിക്കാർക്കൊക്കെ നല്ലല്ലേ ഈ ഇന്റർകൂളർ വണ്ടി? മൈലേജ് കൂടും, കംപ്ലൈന്റ് കുറയും. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 6.25. 2012 ഇന്റർകൂളർ വണ്ടിയാണ്. 6.25 ചോദിക്കുന്നുണ്ട്. ഹ്യുണ്ടായിന്റെ ഇയോൺ ആണ്. ഇത് മോഡല് 2016 ഫുൾ കമ്പനി സർവീസിലെ ഇറാ പ്ലസ്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? വെറും 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 80 ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടി. അടിപൊളി വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് തന്നെ. വണ്ടി മെക്കാനിക് പരമായിട്ടൊന്നും മെക്കാനിക്കൽ ഇഷ്യൂകൾ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളാണ്. ഇവിടെ ഒരു ഷോറൂമിൽ വണ്ടി കയറ്റുമ്പോൾ നമ്മുടെ മെക്കാനിക്കൽ സെക്ഷനിൽ ചെക്ക് ചെയ്തിട്ട് ഒരു കംപ്ലൈന്റ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിട്ട് മാത്രമേ വണ്ടി കയറ്റുള്ളൂ. അങ്ങനെ എടുത്താൽ മതി. ഫുള്ള് ചെക്ക് ചെയ്ത് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ കയറ്റുള്ളൂ. നിങ്ങൾ ഇനി ചെക്ക് ചെയ്തില്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. അതങ്ങനെ കൊടുക്കുള്ളൂ. ഓക്കെ. മിയ. അപ്പോ ഇത് വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല ഏതൊരാൾക്കും വിശ്വസിച്ച് 100% കണ്ണടിച്ചെടുക്കാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ്. അത്യാവശ്യം കട്ടുള്ള ടയറൊക്കെ ഉണ്ട്. പിന്നെ എണ്ണടിച്ച് ഓടാനേ ഉള്ളൂ അല്ലെ വണ്ടി എടുത്താൽ. എത്ര കൊടുക്കരുത്? 2.25. 2016 മോഡൽ എറ പ്ലസ് അല്ലേ? 2.25 ചോദിക്കുന്നുണ്ട്. വില താത്തി തരും കേട്ടോ. ഒരു സാൻഡ്രോ സിംഗ്. ഇത് എത്ര മോഡൽ തന്നെ? ഇത് 2013 മോഡൽ. 13 മോഡലാണ്. ഫുൾ കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് അല്ലെ? മെക്കാനിക് പരമായിട്ട് ഒന്നും ചെയ്യാനുള്ള പണിയില്ല. അത്രേ ഉള്ളൂ.
എത്ര ഓടിയിട്ടുണ്ടാവും? 80,000 അല്ല 60,000 കിലോമീറ്റർ ഓടി. 60 ഓടി. 60,000 കിലോമീറ്റർ തന്നെ 2013 സാൻഡ്രോ. ഓണർഷിപ്പ് കയറിയ ഇതില്ല, സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. കമ്പനി സർവീസ് ഇതുവരെ ഒരു സാധനം മാറിയിട്ടില്ല. നല്ല ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് ലാസ്റ്റ് 1.80 കൊടുക്കാം. 1.80 കൊടുക്കാം. ഹ്യുണ്ടായിന്റെ ഹിയോൺ ആണ് മോഡൽ. ഇത് 2013 മോഡൽ. 13 മോഡൽ. ഓപ്ഷൻ ഏതായത്? ഇത് ഇറ പ്ലസ് അല്ലേ? എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഏകദേശം ഒരു 90 ആ റേഞ്ചിൽ ഓടി. അത്ര തന്നെ ഓടിയിട്ടുണ്ടല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ലൊരു കോസ്റ്റ്ലി സീറ്റ് കവർ ചെയ്ത വണ്ടിയാണ്. അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കട്ടുള്ള ടയർ ഉണ്ടല്ലോ, അടിപൊളിയാ. ഇതൊക്കെ ഏത് ഒരു കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ? 100%. അല്ല, നമ്മുടെ ചാനൽ കാണുന്ന സാധാരണ കസ്റ്റമർ 100% നല്ല വണ്ടികൾ നോക്കുന്നവരുണ്ടോ? എല്ലാ വണ്ടികളും നല്ല ക്വാളിറ്റിയിൽ മാത്രമേ കൊടുക്കുന്നു. അത് നമ്മളെ ഗ്യാരണ്ടി. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് വെറും 1,60,000 മാത്രമേ ചോദിക്കുന്നു. വില കുറച്ച് കൊടുക്കൂലേ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ. 2013 വണ്ടിക്ക് ചോദിച്ച 1.60 വില താത്തി തരും കേട്ടോ. നിസാന്റെ മൈക്ര. ഇത് പെട്രോൾ മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ വണ്ടി. ഓക്കെ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് മേജർ ആക്ഷൻസ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി. ഒരു സാധനം മാറി ക്വാളിറ്റി വണ്ടി. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് ഏകദേശം 82,000 കിലോമീറ്റർ ആണ്. 82,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് അല്ലേ? ഒറിജിനൽ കേരള വണ്ടി അല്ല? ഒറിജിനൽ കേരള വണ്ടി. എത്ര കൊടുക്കാൻ? 2.25 കുറച്ച് കൊടുക്കാം. ഇത് ഡീസൽ പെട്രോൾ? ഇത് ഡീസൽ വണ്ടി. VDI മോഡൽ 2012 മോഡൽ 13 സിംഗിൾ ഓണർ വണ്ടി തന്നെ. ഓക്കെ. ഇത് നമുക്ക് എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഏകദേശം 1.25 കിലോമീറ്റർ. അവസാനം പറയാം. ഈ വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.25. ഇത് സർവീസ് ഫുൾ ആയിട്ടുണ്ടോ? ഇത് ഫുൾ ആയിട്ട് കമ്പനി സർവീസ് ഉള്ള വണ്ടിയല്ല. പകുതി സർവീസ് ഉണ്ടാവും. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടൊന്നുമില്ല. ഓക്കെ. വണ്ടി ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഇത് ഓപ്ഷൻ പിന്നെ VDI അല്ലേ? VDI 12 മോഡൽ 13 റൈസർ ആയിട്ടുള്ള വണ്ടി. എത്ര ചോദ്യം? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. എത്ര കൊടുക്കാം? ഇത് 3.35 നെഗോഷ്യബിൾ ആണ്. കുറച്ച് കൊടുക്കാം. ഓക്കെ. 3.35 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. എങ്ങനെയാണ് മോഡൽ? 2022 വണ്ടി. DXi പെട്രോൾ വണ്ടി. അതെ, നോർമൽ ഹൈബ്രിഡ്. മാനുവൽ അല്ല വണ്ടി? ഓക്കെ. ഇത് നമുക്ക് എത്ര ഓടിയിട്ടുണ്ട്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വെറും 63,000 കിലോമീറ്റർ മാത്രം ഓടിക്കും. ആകെ 63 ഓടിന് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. കമ്പനി സർവീസ്. സിംഗിൾ ഓണർ. റീപ്ലേസ് ഒന്നുമില്ല. ഇത് ഗ്യാരണ്ടീഡ് വണ്ടി. ന്യൂ ഷേപ്പ് ഗ്യാരണ്ടീഡ് വണ്ടി. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 9 രൂപ കൊടുക്കാം. 9 കൊടുക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തു വേണമെങ്കിൽ വന്നിട്ട് പണി കൊടുക്കാം. ഓക്കെ. മാക്സിമം ലാസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് 9 രൂപ. മാക്സിമം ഒരു 1,00,000 രൂപ ഇറക്കാൻ പറ്റും. ഓക്കെ. ഇതെങ്ങനെയാണ് മോഡൽ? ഇത് 2019 VDI ആണ്. ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് മേഖല ആക്സിഡന്റ് ഒന്നുമില്ല. 1.25 ഓട്ടം. റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. ഓക്കെ. സെക്കൻഡിലാണ് നിൽക്കുന്നത്. ചോദിക്കുന്നത് 7.4 ചോദിക്കാൻ. 2019 വണ്ടി. ആവശ്യക്കാരനെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. അതെ, നല്ല ക്വാളിറ്റി വണ്ടി. അതെ, 2 ഹോണ്ട സിറ്റി പരിചയപ്പെടാം. നല്ല കളറിൽ എന്താ ചേലി കാണാൻ. എത്ര മോഡൽ? ഇത് 2014 വണ്ടിയാണ്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടിയാണ്. 2014 ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ടോപ്പ് ഓപ്ഷൻ ആണ്. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ? എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ. ഇത് മാക്സിമം എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് 1.25 ഓട്ടം. 1.25 ജെനുവിൻ ആണോ? അത് ജെനുവിൻ കിലോമീറ്റർ ആണ്. പക്ഷെ നമുക്കത് മീറ്റർ ഇല്ലതേ പറയാൻ പറ്റുള്ളൂ. അതെന്താ വെച്ചാല് ഇത് അവിടുന്ന് വരുന്ന വണ്ടി. അവിടുന്ന് വരുന്നതല്ലേ? ഉറപ്പുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാം. കളർ പറഞ്ഞിട്ടുള്ള കച്ചവടം ബാക്കി ഇത് മെയിൻ ക്ലാസ് ഒന്ന് റീപ്ലേസ്. ഇതിന്റെ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. അവിടുന്ന് വരുന്ന വണ്ടികൾക്ക് നോക്കിയിട്ട് കാര്യമില്ല. റീപ്ലേസ് ഉണ്ടാവും. അതെ, മെയിൻ ക്ലാസ് ഉണ്ടാവും. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 5.25 കൊടുക്കാം. 5.25. ഓക്കെ. അതിനേക്കാളും കുറയാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇവിടെ അവസാനമായിട്ട് ഒരു വണ്ടി നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതൊരു സ്വിഫ്റ്റ് കാറാണ്. പിന്നെ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഫോട്ടോസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഓണർ നസീനെ വിളിക്കുക. നസീന്റെ നമ്പർ താഴത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗാറ്റ്ലോഗ് ഉണ്ടല്ലോ അല്ലേ? ആ ഗാറ്റ്ലോഗിൽ ഇവരെ നമ്പർ സേവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഗാറ്റ്ലോഗിൽ നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ വണ്ടികളും കാണും. അതിന്റെ പ്രൈസ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അതിൽ ആഡ് ചെയ്ത പ്രൈസ് അല്ല, പ്രൈസ് മാറ്റം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വണ്ടൂര് ചെറുകോട് 22. ഓക്കെ. മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. അതെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ അതിൽ വിളിച്ചാൽ മതി. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് ഡീസൽ വണ്ടിയാ? ഡീസൽ വണ്ടി. VDI വണ്ടിയാണ്. ഓക്കെ. VDI കൺവേർട്ട് ചെയ്തതാണ്. അലവിലും കാര്യങ്ങളും. മോഡൽ 2012 മോഡലാണ്. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1.25 ഓട്ടം ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി അല്ല? കമ്പനി സർവീസ് വണ്ടി. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയല്ല? എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് നമുക്കൊരു 3.10 കൊടുക്കാം. 3.10 കൊടുക്കാം. ഓക്കെ.
2012 വണ്ടിയാണ് 3.10 തരാന്ന് പറയുന്നുണ്ട്. എന്താ